ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുയേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്നറിയാതെ, ശരിയായ ഒരു വഴി കണ്ടെത്താൻ കഴിയാതെ നമ്മൾ പലപ്പോഴും വഴിമുട്ടി നിൽക്കാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, സംശയങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും നടുവിൽ പകച്ചു നിൽക്കാതെ നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യവും ദിശാബോധവും നൽകുന്ന എക്കാലത്തെ മഹത്തായ ദൈവിക പ്രഖ്യാപനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ 14:6 വചനം ഇപ്രകാരം പറയുന്നു: യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശുക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള രാത്രിയിൽ മാളികമുറിയിൽ വെച്ച് തൻ്റെ പ്രിയ ശിഷ്യരോട് യാത്ര പറയുന്ന പശ്ചാത്തലമാണിത്. യേശു പിരിഞ്ഞു പോകാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തോമസ് എന്ന ആ ശിഷ്യൻ പരിഭ്രാന്തിയോടെ ചോദിക്കുകയാണ്: കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാനാണ്? വഴികാട്ടിയെ തിരഞ്ഞ തോമസിനോടും ശിഷ്യന്മാരോടും സ്വന്തം ദൈവിക വ്യക്തിത്വം വെളിപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് വചനം പ്രഖ്യാപിക്കുന്നത്. വഴി എവിടെയെന്ന് നിങ്ങൾ തിരയേണ്ടതില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ശരിയായ വഴിയിലൂടെ നടക്കുന്നവന് ജീവിതത്തിൽ ഒരിക്കലും വഴി തെറ്റിപ്പോവുകയില്ല. യേശുവാണ് യഥാർത്ഥ വഴി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് മനുഷ്യൻ ജീവിതത്തിൽ പല വഴികൾ അന്വേഷിക്കുന്നു. വിജയത്തിലേക്കുള്ള വഴി, സന്തോഷത്തിലേക്കുള്ള വഴി, സമാധാനത്തിലേക്കുള്ള വഴി. എന്നാൽ കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി. അവൻ ഒരു വഴി കാണിച്ചു തരുന്നവൻ മാത്രമല്ല, അവൻ തന്നെയാണ് വഴി. കരിയറിലോ ജീവിതത്തിലോ മുന്നോട്ട് പോകാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആശയക്കുഴപ്പമുണ്ടാകുമ്പോൾ കർത്താവിലേക്ക്, അവൻ്റെ യഥാർത്ഥ ജീവിതത്തിലേക്കും നയിക്കുന്ന ആ സുരക്ഷിതമായ വഴി നമുക്ക് കാണിച്ചു തന്നവനാണ് ഈ കർത്താവ് യേശു ക്രിസ്തു. യേശു തന്നെയാണ് സത്യം. ഇന്നത്തെ ലോകത്ത് പല അഭിപ്രായങ്ങളും പല ആശയങ്ങളും ഉണ്ട്, എന്നാൽ സത്യം മാറുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ സത്യമാണ്. അവന്റെ വചനങ്ങൾ വിശ്വസിക്കാവുന്നതാണ്. അവന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ലോകത്തിലെ വ്യാജ വാഗ്ദാനങ്ങളും മനുഷ്യരുടെ തെറ്റായ അഭിപ്രായങ്ങളും നമ്മെ തളർത്തുമ്പോൾ ദൈവവചനം എന്ന മാറാത്ത സത്യത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. യേശു തന്നെയാണ് ജീവൻ. ജീവിക്കുക എന്നത്, ശ്വസിക്കുക എന്നത് മാത്രമല്ല, പ്രത്യാശയോടെയും സമാധാനത്തോടെയും ദൈവ സാന്നിധ്യത്തോടെയും ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. യേശു നൽകുന്ന ജീവൻ ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, നിത്യജീവനിലേക്കുള്ള പ്രത്യാശയും ഉറപ്പും കൂടിയാണ്. അവനോടൊപ്പം നടക്കുന്ന ജീവിതം ഒരിക്കലും വെറുതെയാകില്ല. ശൂന്യതയും നിരാശയും അനുഭവപ്പെടുമ്പോൾ അവന്റെ സ്നേഹം നമുക്ക് പുതിയൊരു ആത്മവീര്യവും ജീവനും നൽകും. ഭയപ്പെടേണ്ട, യേശുവിനെ പിന്തുടരുക. ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ യേശു അവർക്ക് വഴി കാണിച്ചു. ഇന്നും ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങളും പ്രതിസന്ധികളും വരാം. എന്ത് തീരുമാനം എടുക്കണം, ഏത് വഴിയിലൂടെ പോകണം എന്ന് നാം ചിന്തിക്കാം. അവൻ നമ്മുടെ വഴികാട്ടി മാത്രമല്ല, നമ്മുടെ യാത്രയിലെ കൂട്ടാളിയും രക്ഷകനുമാണ്. വഴി തേടുന്നവർക്ക് യേശുവുണ്ട്. സത്യം അന്വേഷിക്കുന്നവർക്ക് കർത്താവ് കൂടെയുണ്ട്. യഥാർത്ഥ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഇന്നും കർത്താവ് കൂടെയുണ്ട്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ വഴികാട്ടി ആരാണ്? ഞാൻ യേശുവിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കേന്ദ്രമാക്കിയിട്ടുണ്ടോ? നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ പിന്തുടരാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനത്തിലും പ്രത്യാശയും നല്ല മാർഗദർശനവും നൽകട്ടെ. കർത്താവ് നമ്മെ തൻ്റെ വഴിയിൽ നടത്തുകയും തൻ്റെ സത്യത്തിൽ ഉറപ്പിക്കുകയും തൻ്റെ ജീവൻ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ. എല്ലാവരും സമൃദ്ധമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ.